ചേച്ചിയെ കാണാനില്ല അത് ഞാനിവിടെ ഇത് വിളിച്ചു വന്ന് ഞാനിവിടെ അമ്മയെന്ന് വിളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചിപ്പി എന്ന് വിളിച്ച് ചേച്ചി റൂമിൽ ഇരുന്ന് കേട്ടു എന്നാണ് പറഞ്ഞത്. എല്ലാ പൊങ്കാലയിലും പങ്കുചേരുന്ന താരങ്ങൾ ഇക്കുറിയും പതിവ് തെറ്റിച്ചില്ല. എല്ലാ കൊല്ലവും മുടങ്ങാതെ പൊങ്കാലയർപ്പിക്കാൻ കഴിയുന്നത് ആറ്റുകാലമ്മയുടെ അനുഗ്രഹത്താലാണെന്നാണ് നടി ചിപ്പി പറഞ്ഞത്. എല്ലാ നല്ല കാര്യങ്ങൾ വരുന്നത് ഞാൻ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണെന്നാണ് അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഓരോ വർഷവും അപ്പം നമുക്ക് തിരിച്ച് അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഇതല്ലേ ഉള്ളൂ. ഓരോ പൊങ്കാല കഴിയുമ്പോഴും പിന്നെ അടുത്ത വർഷത്തേക്കുള്ളൊരു കാത്തിരിപ്പാണെന്നാണ് നടി ജലജയുടെ പ്രതികരണം. അമ്മയുടെ ഒരു ബ്ലെസ്സിങ് എല്ലാ കാര്യത്തിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സിൽ എന്ത് വിചാരിക്കുന്നു തീർച്ചയായിട്ടും അത് അമ്മയുടെ അനുഗ്രഹം തന്നെയാണ്. നമുക്ക് എന്ത് കിട്ടുന്നതും ചെയ്യുന്നതും ഒക്കെ അമ്മയുടെ അനുഗ്രഹം തന്നെയാണ്. ഇക്കുറിയും സ്വന്തം വീടുകളിൽ തന്നെയാണ് ആനിയും സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയും പൊങ്കാല അർപ്പിച്ചത്. അമ്മ കാവലാണോ, അമ്മ കരുതലാണോ, അമ്മയാണോ എന്താണെന്നറിയില്ല. ശരിക്കും കൊല്ലം ചെല്ലുന്തോറും അതൊരു ഭക്തി ഭയങ്കരമായിട്ട് അമ്മയടുത്ത് കൂടി വരുന്നതേ ഉള്ളൂ. കുടുംബത്തിലെല്ലാവർക്കും മനസ്സമാധാനം, ആരോഗ്യം, സന്തോഷം ഇതിനൊക്കെ വേണ്ടിയാണല്ലോ നമ്മളൊക്കെ. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയുള്ളത് എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്, പ്രാവശ്യവും അത് തന്നെ. വിവാഹശേഷമാണ് താൻ സ്ഥിരമായി പൊങ്കാലയ്ക്കൊപ്പം കൂടിയതെന്നായിരുന്നു നടൻ സുരേഷ് ഗോപിയുടെ പ്രതികരണം. വിവാഹശേഷം ആണ് സത്യത്തിൽ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ജീവിതചര്യയിലേക്ക് വന്നു. അതിനു മുമ്പ് അമ്മ എപ്പോഴൊക്കെയോ വന്ന് ബന്ധുക്കളുടെ കൂടെ വന്ന് അത് ദൂരെ എവിടെയോ ഇരുന്ന് പൊങ്കാലയിട്ട് പോയിട്ടുള്ള എനിക്ക് നേരിയ ഓർമ്മ മാത്രമേ ഉള്ളൂ. സിനിമാ താരങ്ങൾക്കൊപ്പം സീരിയൽ താരങ്ങളും ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായി എത്തി. നമുക്കതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നതും വലിയ സന്തോഷമാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.